സ്വാഗതം പ്രിയ കൂട്ടുകാരെ. ഇന്ദിരാസ് ടാരോട്ട് ഫ്യൂച്ചർ റീഡിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 പുതുവർഷം നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്ന് ഡിവൈനിനോട് നമുക്ക് ചോദിക്കാം. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 8 ഓഫ് പെൻറ്റക്കിൾസ്, ജഡ്ജ്മെൻറ്റ്, 2 ഓഫ് കപ്സ്, 7 ഓഫ് സോർഡ്സ്, 5 ഓഫ് സോർഡ്സ്, 6 ഓഫ് വാൺസ്, ദ മജീഷ്യൻ എന്ന് പറയുന്ന കാർഡാണ് ടോപ്പിൽ വന്നിരിക്കുന്നത്. ഇവിടെ രണ്ടായിരത്തി 25 നിങ്ങൾക്ക് എങ്ങനെ ഉള്ളതായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം 8 ഓഫ് പെൻറ്റക്കിൾസ്, അതായത് നിങ്ങൾ കഠിനമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ കൂടുതൽ അധ്വാനിച്ചു കൊണ്ടേ ഇരിക്കുന്നു. പെൻറ്റക്കിൾസ് ഡേയും നൈറ്റും എന്നുമില്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലേക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഈ അധ്വാനം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ്, ഒരു നീതി തരും എന്നാണ്. ഈ 25 നിങ്ങൾക്കൊരു നീതി തരും എന്നാണ് നമുക്കിവിടെ കാണാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്തോ അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ്. 2025 നിങ്ങൾക്കൊരു നല്ല മാറ്റം സംഭവിക്കും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ റിലേഷൻ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നല്ലൊരു ബന്ധം. നിങ്ങൾ ഏത് രീതിയിലായിരുന്നോ നിങ്ങൾക്കൊരു കണക്ഷൻ, ഏതാണ് മോശമപ്പെട്ട രീതിയിലാണ് അത് പോയിരുന്നത് എങ്കിൽ നല്ല രീതിയിൽ ആ കണക്ഷൻ എത്തിച്ചേരുകയും നല്ലൊരു റിലേഷൻ, നിങ്ങളുടെ ഒരു സ്നേഹബന്ധത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ് വേർപിരിഞ്ഞോ അങ്ങനെ വല്ല തടസ്സങ്ങൾ വല്ല ആണെങ്കിൽ അത് 2025 ഒരു സമാഗമം ഉണ്ടാകാൻ പോവുകയാണ്. അടുത്തത് 7 ഓഫ് സോർഡ്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് താൻ നേരിടുന്ന പ്രശ്നങ്ങൾ പുറകിലോട്ടൊന്ന് ചിന്തിച്ചത് നോക്കുകയാണ്. അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട്, അതായത് ഒരു വഞ്ചന, മോശം പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ആരെങ്കിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചതിച്ചിട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെല്ലാം മോചിതരാവാൻ പോവുകയാണ്. നിങ്ങൾക്കെന്തോ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങളിലോട്ട്, അതിൽ നിന്ന് നിങ്ങൾ അതായത് ആരെങ്കിലും വസ്തുപരമായോ മറ്റുപരമായോ കേസുപരമായോ ഒക്കെ നിങ്ങളെ ചതിച്ചിട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ ശരിക്കും പ്രഷർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഈ 2025 നിങ്ങൾക്ക് മോചനം നേടാം എന്നാണ് പറയുന്നത്. നിങ്ങൾ തോറ്റതായി തോന്നുന്നു, അല്ലെങ്കിൽ മത്സരം, സംഘർഷം എന്ത് വില കൊടുത്തും അതിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? അതിജീവിച്ച് വരും. 5 ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട് ഇവിടെ.
അപ്പം നിങ്ങളെ എല്ലാം തോൽപ്പിച്ചു കളഞ്ഞു. അതിൽ നിന്നെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ മോചനം നേടും എന്നാണ് ഈ കാർഡ് കൊണ്ട് പറയുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് 6 ഓഫ് വാൺസ് എന്ന് പറയുന്നതാണ്. പ്രതിബന്ധങ്ങളെ നിങ്ങൾ നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2025 നിങ്ങൾക്ക് അതായത് ടോപ്പ് ഓഫ് ദ കാർഡ് എന്ന് പറയുന്നത് ദ മജീഷ്യൻ ആണ്. മജീഷ്യൻ അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അദ്ദേഹം ഒന്ന് ഫയർ എലമെൻറ്റ്, എർത്ത് എലമെൻറ്റ്, അതുപോലെ എയർ എലമെൻറ്റ്, വാട്ടർ എലമെൻറ്റ്, എല്ലാ എലമെൻസും 4 എലമെൻസും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഒരു മജീഷ്യൻ ഏത് രീതിയിലാണോ കാണിക്കുന്നത് അതുപോലെ യൂണിവേഴ്സ് നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ കഠിനമായി അധ്വാനിച്ച് കൊണ്ടിരുന്ന 2024 ഇപ്പോൾ നിങ്ങൾ കഠിനമായിട്ട് എന്തിനു വേണ്ടിയാണോ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് 2025 അത് നിങ്ങൾക്ക് കയ്യിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ജഡ്ജ്മെൻറ്റ് കിട്ടും, ഒരു നീതി കിട്ടുന്നതാണ്. അതായത് ബന്ധം വേർപെട്ട് നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ മറ്റ് ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്കോ അവർക്കെല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് 2025. നിങ്ങളെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഗോള്, നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം അതിൽ തന്നെ ഉറച്ചു നിന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചാൽ നമ്മൾ അതിലൊരു വിഷ്വലൈസേഷൻ ചെയ്താൽ നമ്മൾ അത് എത്തപ്പെടും എന്ന് തന്നെയാണ് 100% ഉറപ്പാണ്. എന്തായാലും നല്ല ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആയതിനാൽ ഇത് ചിലർക്ക് റെസണേറ്റ് ആകും, ചിലർക്ക് റെസണേറ്റ് നിങ്ങളുടെ എനർജിയുമായിട്ട് റെസണേറ്റ് ആകുന്നത് നിങ്ങൾ കാണുക. നിങ്ങൾ എപ്പോഴാണോ ഈ ഇത് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള നിങ്ങളിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ നിങ്ങളെന്തായാലും അത് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു വർഷം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഈ റീഡിങ് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനിയും അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് കാണാം. റീഡിങ് ആവശ്യമുള്ളവർ എന്നോട് കമൻറ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ അയച്ചു തരുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി നിങ്ങളുടെ എന്ത് കാര്യങ്ങളും ചോദിച്ചാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതാണ്.